വേൾഡ് സെയിലിന് പോയി അവിടെ കാറ് വാങ്ങാൻ ഉള്ള സത്യം പറയില്ല 30 മിനിറ്റ് ഞാൻ ഓരോ കാർ നോക്കി നിന്ന് 2-3 കാറിൻ്റെ മിസ്റ്റേക്ക് കാരണം കൈ തട്ടി അങ്ങ് സ്കിപ്പായിപ്പോയി. അതിൽ കുഴപ്പമില്ല. എനിക്ക് അവസാനം ഞാൻ ഒരു കാർ എടുത്തിട്ടുണ്ട് മുത്തേ വേൾഡ് സെയിലിനിട്ട്. അത് വേണ്ട കാർ നോക്കുവാണെങ്കിൽ ഭയങ്കര ആണെന്ന് ചോദിച്ചാൽ വർക്ക് നല്ലതാണ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അത്യാവശ്യം 1700 HP ഉണ്ട്. കാർ വേണ്ട ഇതാണ്. ലൊട്ട വരത്ത് ബഗ് അടിച്ച് മുത്തേ. ഇത് ലൊട്ട എടാ ഇത് ലൊട്ട ബഗ്. ഇല്ല ഓക്കെ എടാ അത് നേരത്തെ ഇപ്പോൾ തൊട്ടിട്ട് വരാത്ത എടാ ചെറിയ ബഗ് സംഭവം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഉള്ള പറയാല്ല. ഗ്രാഫിക്സ് കൂടി കിടക്കണം കേട്ടോ. എടാ ഗ്രാഫിക്സിൻ്റെ ലൈവ് വുഡ് ഇട്ടോണ ഗ്രാഫിക്സിൻ്റെ ലൊട്ട വരണം. അപ്പോൾ എന്തായാലും സൗണ്ടൊക്കെ ഉണ്ടെന്ന് വിചാരിക്കണം. സൗണ്ട് വല്ല സീനാവണം അപ്പോൾ തന്നെ നിങ്ങൾ പറഞ്ഞാൽ മതി. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ നോക്കാം. എടാ കാറ് കാണിച്ചു തരാം. കാറ് വേണ്ട എവിടെ ഉണ്ടല്ലോ. ഇതാണ് കാറ്. ഇതാണ് ഞാൻ ട്രേഡ് ലൊട്ട വയറിനതിനാണ് വേൾഡ് സെയിലിന് പോയിട്ട് എടുത്തൊരു കാറാണ്. ലൊട്ടയൊന്നും അല്ല ചാറ്റേ ഡബ്ല്യു അല്ലടാ ലൊട്ടയൊന്നുമില്ല. HP നല്ല HP വേണ്ട കാര്യം പറയില്ല. 1700 HP ഉണ്ട്. 1669. പിന്നെ വർക്കൊക്കെ നട ഇത് കാണിച്ചു തരാം. ഇവിടെ എക്സ്റ്റീരിയർ പോയിട്ട് ഞാൻ സംഭവം കാണിച്ചു തരാം. കണ്ട 232 ഈ സ്റ്റിക്കേഴ്സ് സാധനം എല്ലാം കൂടെ വെച്ചിട്ടുണ്ട്. 232. അതിൽ തന്നെ ടയറിൻ്റെ സാധനമാണെങ്കിൽ സ്മോക്കിൻ്റെ അകത്തുണ്ട്. സ്മോക്ക് എനിക്ക് പക്ഷേ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചില്ലാത്തതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കളറാക്കാൻ പറ്റില്ല. ഒരു ചുമന്ന സ്മോക്കാണോ വെച്ചാണ് കാണിച്ചു തരാം. വേണ്ട സ്മോക്ക് കണ്ട ഒരു ചുമന്ന സ്മോക്കാണ്. കാണാൻ പറ്റുമെന്ന് പറഞ്ഞോണ്ട് വേണ്ട ചെറിയൊരു ചോപ്പ് പോകണം വേണ്ട അവിടെ കൂടെ. അതിന് മാച്ച് പോകുമ്പോൾ മാച്ച് ഞാൻ ഫ്രീ ഫയർ BGM കളിക്കണം. മാച്ചിലോട്ടെന്ന് ഇനി നമ്മൾ ഇറങ്ങുമ്പോൾ കാണിച്ചു തരാം. എനിക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് സിറ്റി ഇറങ്ങാം. ഇതുവരെ നമ്മളെ പയ്യന്മാരൊന്നും മനസ്സില്ല. കുറച്ച് പേര് ഒന്നും തുടങ്ങിയതേ ഉള്ളൂ. കുറച്ച് പേര് വന്നിട്ടുണ്ട്. 1-2 പേര് വന്നിട്ടുണ്ട്. സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ പേര് വരട്ട്. ഞാൻ കുറേ മാച്ച് സ്കോഡ് എന്ന രീതിയിലൊക്കെ പറഞ്ഞു പോകണല്ലേ. അതായത് ഫ്രീ ഫയറിൻ്റെ ഓർമ്മ ആയിരുന്നു കേട്ടോ. ഫ്രീ ഫയറിൻ്റെ BGM വരുത്. എന്തായാലും നോക്കാം. എന്തായാലും ഇപ്പം നവാബ് മാത്രമേ ചാറ്റ് കണ്ടോള്. 3 വ്യൂസ് ഉണ്ടെന്നാണ് കണ്ട്. ഇപ്പം 4 വ്യൂസ് ഉണ്ടെന്ന് കാണണ്. നമ്മളെ സ്ഥിരം വ്യൂസാണോ അല്ലെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. എടാ ഇതിനൊരു മറ്റേ ഇതുണ്ടായിരുന്നു, ഒരു കൊടിയുടെ സാധനം ഉണ്ടായിരുന്നു. കൊടി അത് ഞാൻ മാറ്റി. അതെൻ്റെ ഇല്ലാത്തതുകൊണ്ട് കളർ കാണത്തില്ല. ഒരുമാതിരി മൊത്തം ബ്ലാങ്കായി കിടന്ന വണ്ടി അത് മാറ്റി. എടാ വണ്ടി കണ്ടല്ല. എടാ എനിക്ക് ഒരു സെക്കൻഡ് ഗ്രാഫിക്സിൽ ഒട്ടയിൽ ലൈവ് ഇടുമ്പോൾ ഇത്ര പറ്റുള്ളൂ. ഉള്ള കാര്യം പറയാമല്ലേ. ഗുഡ് ഇട്ടാലും സ്മൂത്ത്നെസ് കിട്ടും. ഓക്കെ വണ്ടി കണ്ടല്ലോ. ഇതാണ് ഞാൻ വാങ്ങിച്ചത്. അത്ര ലൊട്ടയൊന്നും അല്ല കേട്ടോ. അതെനിക്ക് എന്തായാലും സ്ട്രീറ്റ് എന്തൊരു ഹസ്റ്റർ അങ്ങനത്തെ കുറച്ച് സംഭവം ഇതിനകത്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും കുഴപ്പമില്ലെന്നാണ് ഈ തോന്നണത്. അത്ര മോശം കാണുന്നില്ലല്ലേ. അത്രയ്ക്ക് വർക്ക് കണ്ട ഒരുപാട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ അതും കൂടെ കണ്ടാണ് എടുത്തത്. മൊത്തത്തിൽ കിടന്ന് തിളങ്ങണ്ടാ. വെട്ടിത്തിളങ്ങണ് കാര്യം പറയാല്ല. ജോഷുവ ബോബി 9C ഹായ് നൈസ് കാറ് ബ്രോക്കേടാ. ഓക്കെ നവാബേ ഓക്കെ നിങ്ങൾ പറഞ്ഞാൽ പിന്നെ എന്ത്. എടാ ആദ്യം വണ്ടി കിടന്ന് കയറ്റട്ടെ. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് വെച്ചാൽ സ്മോക്ക് കൊണ്ടാ. സ്മോക്ക് നമ്മൾ ഒറിജിനൽ പൈസ റിയൽ മണി കൊടുത്താലേ കിട്ടൂ. ഇതിൻ്റെ അകത്ത് ഇത് പണിഞ്ഞെടുത്തോണ്ടല്ലോ ഓണർ അവൻ തന്നെ അങ്ങനെ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് എങ്ങാട്ടെങ്കിലും ഒന്ന് ഇറങ്ങണം. ഒന്ന് വണ്ടി ഇട്ടൊന്ന് കുറച്ച് ഡ്രിഫ്റ്റ് അടിക്കാൻ എനിക്ക് ഇങ്ങോട്ട് കയറ്റാം. ഇവിടത്തെ കൂടെ സ്ഥലം ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഇങ്ങോട്ട് പോയി നോക്കട്ടെ. സബ്സ്ക്രൈബേഴ്സ് വന്ന് തുടങ്ങണേ ഉള്ളതാണ് ഈ തോന്നണം. എടാ ഗ്രാഫിക്സ് കുറച്ചിട്ടപ്പോൾ എല്ലാം ആയാടാ. അത് പിന്നെ ഇത്തിരി ഇതായോണ്ടാണ്ട്രാ എന്തിപ്പം ഈ ലാഗ് ചെറുതായിട്ട് ഫീൽ ആവണം. എനിക്ക് ഫുൾ ഗ്രാഫിക്സ് ഇട്ട് കളിക്കാനാണ് ഇഷ്ടം. 600 രൂപ ചേട്ടൻ എന്തായാലും നോക്കാം. ഗ്രാഫിക്സ് ഒരുപാട് ലൊട്ടായിട്ട് തോന്നുവാണെങ്കിൽ നമുക്ക് ഫുൾ അങ്ങ് ഇടാം. ഫുള്ളിട്ട് ഇനി സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ലൈവ് ഇട്ടപ്പോൾ അതിൻ്റെയും കൂടെ ഒരിതാണ് കേട്ടോ. അല്ലെങ്കിൽ ഇനി സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റും. അത് ഉറപ്പാണ്. ഞാൻ 120 FPS ഇട്ടാൽ നല്ല സ്മൂത്തായിട്ട് കളിച്ചു തരും. അവിടെ ഇത് ഈ ലൊട്ടയായിരുന്നു ആടാ. ഞാൻ ഓർക്കാതെ ഇതല്ലല്ലോ ഒരു ഇടം ഉണ്ടല്ലോ. മറ്റില്ല ഷോപ്പിംഗ് മാൾ പോലെ ഒരു സ്ഥലം ഉണ്ടല്ലോ ഇവിടെ. ഇതായിരുന്നല്ലേ. ഇതാണ് സ്ഥലം എന്നാണ് തോന്നണത്. ഇവിടെയാണോ നോക്കട്ടെ. ഇത് തന്നെ എന്നാണ് തോന്നുന്നത്. ഒരു ഷോപ്പിംഗ് മാൾ പോലത്തെ ഒരു സ്ഥലം ഉണ്ടാ. അവിടെ വണ്ടി ഇട്ട് കറക്കാൻ പറ്റിയിടമാണ്. ഇത് കാർ സെല്ലിങ് ലൊട്ടയിടോ അല്ലേ. ശേ അരുൺ ബൈനാർ. അരുണേ എന്തല്ല വന്നാ. ഓക്കെ അരുൺ വന്നിട്ടുണ്ട്. എവിടെയാണ് എടാ ഇത്? ഞാൻ ഇപ്പം സിംഗിൾ പ്ലെയർ ആണ് ഇട്ടേക്കണം. ഒരു പുതിയ കാർ തന്നെ. ഈ കാർ ഞാൻ എടുത്ത്. ഈ കാർ കണ്ട വേൾഡ് ട്രേഡ് ഞാൻ പോയിട്ട് എടുത്ത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇതാക്കാൻ പോയാൽ മൾട്ടിപ്ലെയർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറച്ചുകൂടെയൊക്കെ വന്നിട്ടിടാമെന്ന് വിചാരിച്ച്. അതാണ് കാറ് ലൊട്ടയൊന്നും അല്ലല്ലോ. കാർ അത്ര ലൊട്ടയൊന്നുമില്ല. കാർ നല്ലതാണ്. അഭാവമൊക്കെ പറഞ്ഞു നല്ല എടാ മോനെ സീൻ. ഓക്കെ.
എടാ നമുക്കിനി ഒരു കാര്യം ചെയ്യണം. നമുക്കിനി ഒരു സബ്സ്ക്രൈബേഴ്സിന് ഒരു ലൈവിൽ ഒരു കാറ് മെയിനായി ഒരു കാറ് നമുക്ക് സബ്സ്ക്രൈബേഴ്സിന് പണിയാൻ കൊടുക്കാം. ഏതെങ്കിലും ഒരു റാൻഡ് സബ്സ്ക്രൈബറിന് ഒരു കാറ് പണിയാൻ കൊടുക്കാം. സ്മോക്ക് ചെറുതായിട്ട് ചോപ്പാണ്, അത് ഒരു കാറ് പണിയാൻ കൊടുക്കാം. അത് നമുക്ക് എന്തായാലും നോക്കാം. എടാ എന്തിനാ മറ്റേ പേരെന്ത് സുനീറം 9326. ഹായ് ബ്രോ. ഹായടാ. കാർ സീൻ എനിക്കും ഹായടാ. ഹായ്. ഓക്കെ, സാധാരണ നമ്മൾ കാർ സെയിൽ ചെയ്ത് കൊടുക്കണ പയ്യന്മാരുണ്ട് കാർ മോഡിഫൈ ചെയ്യാൻ. എന്തായാലും നമുക്ക് നോക്കാം. കാരണം എൻ്റെ സ്മോക്ക് കണ്ട അത് കാണിക്കാനാണ് ഇങ്ങോട്ട് ഒന്ന് കയറിയത്. കാർ എന്തായാലും സെറ്റായിട്ടുണ്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ട്. എൻ്റെ വർക്ക് നല്ലതല്ലേ? എടാ നിൻ്റെ വർക്കുണ്ടല്ലോ, ഞാൻ കാര്യം പറയില്ല. എനിക്ക് നിൻ്റെ വർക്ക് നല്ല ഇഷ്ടമാണ്. കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻ്റെ വർക്ക് എനിക്ക് നല്ല ഇഷ്ടമാണ്. ബാക്കിയുള്ള ലൊട്ടകളെന്ന് പറഞ്ഞാൽ വെച്ചാൽ എനിക്ക് അറിഞ്ഞോടാ. നിൻ്റെ വർക്ക് എനിക്കിഷ്ടമാണ്. നിനക്ക് ഇന്നൊരു കാർ പണിയാൻ തരാം. നിനക്കൊക്കെ ഒരു കാർ പണിയാൻ തരാം. നിനക്ക് കാറ് പണിയാൻ തരണേ എനിക്ക് സന്തോഷമുള്ളൂ. നീ നന്നായിട്ട് ചെയ്യുമെന്നൊരു ഉറപ്പുണ്ട്, മനസ്സിലായില്ലേ? അതുകൊണ്ട് എന്തായാലും നോക്കാം. നിനക്ക് ഇന്നൊരു കാറൊക്കെ ഒന്ന് തരാം. എടാ റൂം ഇടട്ടാ, മൾട്ടിപ്ലയർ ഇടട്ടാ. നിങ്ങളെന്താ പറയണോ? മൾട്ടിപ്ലയർ ഇടട്ടാ. നിങ്ങളിപ്പോൾ റൂമിട്ടാ വരൂ. ഞാൻ ജസ്റ്റ് ഈ കാറൊന്ന് സബ്സ്ക്രൈബേഴ്സിനെ കാണിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് വന്നതാണ്. താങ്ക് യു. ഓക്കേടാ. ഓക്കെ ബ്രോ. മൾട്ടിപ്ലയർ ഇടാ അല്ലേ? മൾട്ടിപ്ലയർ ഞാൻ ജസ്റ്റ് ഈ കാറ് വാങ്ങിച്ചോണ്ടേ സബ്സ്ക്രൈബേഴ്സിനെ കാണിക്കണ്ടേ, അതുകൊണ്ടാണ് എടുത്തുകൊണ്ട് വന്നത്. കാർ നിങ്ങൾ കാണത്തിലുണ്ടോ? അവിടെ ചെറിയൊരു തട്ടി കേട്ടാ ലൊട്ട. എനിക്ക് ഇവിടെ ഇനി ഇറങ്ങണോ? ഒന്ന് പണിഞ്ഞാലാ? എടാ ഒന്ന് പണിഞ്ഞിട്ട് എനിക്ക് ഈ വണ്ടി ഒന്ന് റിപ്പയർ ചെയ്തിട്ട് വന്നോട്ടാ. ഒരു മിനിറ്റ്. അവിടെ നിന്ന് ഇവിടെ കയറിയിരിക്കണം. ഓക്കെ എടാ, നിങ്ങൾ എന്തായാലും ഇത്രയും നേരം നിന്നില്ലേ? ഒരു മിനിറ്റ്. ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് പണിഞ്ഞ് റിപ്പയറും ചെയ്ത് കഴുകിയിട്ട് എടുത്തുകൊണ്ട് വരാം. ടയർ മാറ്റണ്ട. എടാ ഇത് ടയറൊക്കെ മാറ്റില്ല ശരിയാവില്ല. ഇന്നലെ ഒരു ടാക്സിയിൽ ഇത് മിഷന് പോയടാ. ആ ലൊട്ട ടയർ പാതിക്ക് വെച്ച് പോയി, നശിച്ച്. ആ ടയർ അങ്ങ് പോയടാ. അത് കാരണം എൻ്റെ ആ മിഷനും കംപ്ലീറ്റ് ആയാലും എനിക്ക് റേറ്റിങ്ങും കുറച്ച് തന്നു. ലൊട്ടത്തരായി പോയടാ. കാര്യം പറയാല്ല, ആ ടയർ അങ്ങ് പോയി. ഫ്രണ്ടിലത്തെ ഏതൊരു ടയർ അങ്ങ് ഒറ്റയടിക്ക് പാളിപ്പോയി. പിന്നെ ലൊട്ടത്തര നടന്ന് ഞാൻ പിന്നെ എങ്ങനെ ടയറില്ലാതെ ഓടിക്കണം? അത് പിന്നെ മൊത്തം സീനായിരുന്നു. അവിടെയാണെങ്കിൽ ഈ റിപ്പയർ ചെയ്യണ ലൊട്ട ഇല്ലായിരുന്നു. ഞാൻ ഏതാ കുടുക്ക് വഴിയിലാണ് ചെന്ന് കയറി കൊടുത്ത്. അതാണ്ട്രാ കാര്യം പറയല്ല, ലൊട്ടത്തരം നടന്നു. ഇന്നലെ ലൈവല്ല, അല്ലാതെ ഞാൻ ജസ്റ്റ് ഒന്ന് കളിച്ചപ്പോഴേ. ഇന്നലെ തന്നെ രാത്രി ആണ്ടായിരുന്നു. കാർ ക്ലീൻ ആണല്ലേ, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും ശരി, റിപ്പയർ ചെയ്തിട്ടുണ്ട്. മുത്തേ വണ്ടി കാണത്തില്ല. ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒന്നുകൂടെ. ഓക്കെ ചേട്ടാ, ഫുള്ള് വട്ടം കറങ്ങി കാണിച്ചു തന്നിട്ടുണ്ട്. കാണാത്തവരെല്ലാം കണ്ടല്ല. W കാർ ചാറ്റ്. അപ്പോൾ 6 പേര് ഇപ്പോൾ ലൈവ് ഉണ്ട്. എത്ര പേര് ലൈവ് കയറുമെന്ന് വെച്ചാൽ അറിഞ്ഞുകൂടാ.